പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദ കമലമ്മയോട് വന്ന് ചോദിക്കുന്നത്, അല്ലമ്മ അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് കമലമ്മ പറയുന്നത്, മോളെ ഞാൻ അച്ഛനോട് ലഡു എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയും. ആ സമയത്തിന് വേദ ചോദിക്കുന്നത്, അല്ല അച്ഛൻ അങ്ങനെ മധുരമൊന്നും കഴിക്കുന്നത് പതിവില്ലല്ലോ, ഇതിപ്പോ വിശ്വേട്ടന്റെ ലഡു ആയതുകൊണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് കമലമ്മ പറയുന്നത്, അതേ മോളെ, അതുകൊണ്ട് തന്നെയാണ് അച്ഛന്റെ സന്തോഷമൊന്ന് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാ. വിഷുവിന്റെ ഇത്തവണത്തെ ജോലിക്ക് പോക്കിൽ വിഷുവിന് ആത്മാർത്ഥതയുണ്ട് എന്നുള്ള കാര്യം അച്ഛന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ വീണ്ടും ലഡു വേണം, മധുരം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചത്. അന്നേരം വേദ പറയുന്നത് ശരിയാണ്. വിഷുവേട്ടൻ അച്ഛന്റെ കയ്യിൽ ആ ഒരു പൈസ കൊടുക്കുന്ന സമയത്തിന് ശ്രീചേട്ടത്തിന്റെ കണ്ണിലുള്ള ആ ഒരു തിളക്കൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അതൊരു അഭിമാനം തന്നെയായിരുന്നു എന്ന് പറയുന്ന സമയത്തിന് കമലമ്മ പറയുന്നത് ശരിയാണ് മോളെ, അതുപോലൊരു പാവാണ് ആ പെൺകുട്ടി. അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിയത് തന്നെ വിഷുവിന്റെ ഭാഗ്യാണ്. എത്രമാത്രം പണിയെടുത്താലും ഒരു സ്വാർത്ഥതയില്ല, ഒന്നുമില്ല, ഒരു പാവം പെൺകുട്ടി എന്നൊക്കെ പറയട്ടെ കമലമ്മ. എന്നാൽ നന്ദിനി ഇവരുടെ സംസാരം എല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഓ പിന്നെ എനിക്കാണ് സ്വാർത്ഥത എന്ന് പറയുന്ന സമയത്തിന് ശ്രീജ വന്ന് ചോദിക്കുന്നത്, നന്ദിനി നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഞാൻ വെള്ളം എടുക്കാൻ വന്നതാണെന്നൊക്കെ പറയും. ശ്രീജ അങ്ങനെ പാലെടുക്കാൻ പോകുന്ന സമയത്തിന് ശ്രീജയുടെ തലയിൽ ഇങ്ങനെ മുല്ലപ്പൂ കാണുന്ന സമയത്തിന് കമലമ്മ ചോദിക്കുന്നത്, ആഹാ ഇതെന്താ മുല്ലപ്പൂ ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്ന സമയത്തിന്, ഇതൊക്കെ എനിക്ക് വിഷുവായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് പറയാണ് ശ്രീജ. അന്നേരം വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കാമായിരുന്നു എന്ന് പറയുന്ന സമയത്തിന്, അത് ഞാൻ പറഞ്ഞതായിരുന്നു വിഷുവേട്ടനോട് ഇങ്ങനെ ശ്രീജ പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അതൊന്നും വേണ്ട, ശ്രീജയടുത്തേക്ക് വേണ്ടിയിട്ട് വിഷുവേട്ടൻ വാങ്ങിച്ചതല്ലേ, അതിന്റെ പങ്ക് പറ്റാൻ മറ്റാർക്കും തന്നെ അവകാശമില്ല. നന്ദിനി ഇങ്ങനെ വെള്ളം എടുക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അതെ നന്ദിനിയെടുത്തിട്ട് വീട്ടിലേക്ക് നാളെ ഞാനില്ലട്ടോ എന്ന് പറയുന്ന സമയത്തിന് നന്ദിനി ചോദിക്കുന്നത്, അതെന്താ നീ വരാത്തത്, ശ്രീജയടുത്തും വിഷുവേട്ടനും വരുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ വേദക്ക് വിക്രമിന്റെ കൂടെ വന്നാൽ എന്താ പ്രശ്നമെന്ന് ചോദിക്കും. അന്നേരം കമലമ്മ പറഞ്ഞിട്ട്, അത് വേദമോള് പറഞ്ഞത് ശരിയാണ്, വേദമോൾ ഏതായാലും നന്ദിനിയുടെ വീട്ടിലേക്ക് വരണ്ട, അവിടെ ചെന്ന പിന്നെ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തിന് അതിനൊക്കെ മറുപടി പറയാൻ നിൽക്കണം. അന്നേരം നന്ദിനി പറഞ്ഞിട്ട്, അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ പിന്നെ ഈ പണിക്കൊന്നും നിൽക്കണ്ടായിരുന്നല്ലോ എന്ന് പറയാണ് നന്ദിനി. അന്നേരം ശ്രീജി ചോദിക്കുന്നതിന്, മോളെ വേദക്കും കൂടി ഞങ്ങളുടെ കൂടെ പോകുന്നുണ്ട്, വിഷുവിട്ട് നാളെ ഓഫീസിൽ നിന്ന് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്തിന് വേദ പറയുന്നത്, ഇല്ല ഏട്ടത്തി ഞാൻ വരുന്നില്ല. അന്നേരം കമലമ്മ പറഞ്ഞത് ശരിയാണ് മോള് പറഞ്ഞത്, മോൾ ഏതായാലും ഞങ്ങളുടെ കൂടെ വരണ്ട, മോൾ ഇവിടെ ഇരുന്നാൽ മതി, വിക്രത്തിന് മോൾക്ക് കൂട്ടിരുത്താമെന്ന് പറയും. എന്നിട്ട് നന്ദിനി വെള്ളം എടുക്കാൻ വന്നതല്ലേ, വെള്ളം എടുത്തിട്ട് പോയിക്കോന്ന് പറയാട്ടോ. നന്ദിനി വെള്ളവുമായിട്ട് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് ശ്രീജയും അവിടെ നിന്ന് പോവാണ്. ആ സമയത്തിന് കമലമ്മ വേദയോട് പറഞ്ഞിട്ട്, മോള് പറഞ്ഞത് ശരിയാണ്, മോൾ അങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ ഓരോരുത്തരും വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ മോളോട് ചോദിക്കും. പിന്നെ നന്ദിനിയല്ലേ ആള്, അവൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്തിന് എന്തെങ്കിലും വേണ്ടാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്നൊക്കെ പറയും. പിന്നീട് അങ്ങനെ വെള്ളവുമായിട്ട് നന്ദിനി റൂമിലേക്ക് വരുന്ന സമയത്തിന് വിനായകന് ചോദിക്കുന്നുണ്ട്, ഇതെന്താ മഴക്കാലത്ത് ഇത്രമാത്രം വെള്ളം, ഒരു ജഗ് വെള്ളം ഇവിടെയുണ്ടല്ലോ, എന്നിട്ട് വീണ്ടും ഇനി എന്തിനാ ഇങ്ങോട്ടേക്ക് വെള്ളം കൊണ്ടുവന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനി പറയുന്നുണ്ട്, അതേ ശ്രീജയത്തിനെ പറ്റിയിട്ട് അവരൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേൾക്കായിരുന്നു. അമ്മയും ഏതേ ശ്രീജയത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതെല്ലാം തന്നെ ശ്രീജയത്തി കണ്ടുപിടിച്ചു. അപ്പൊ പെട്ടെന്ന് ശ്രീജയത്തി കണ്ടുപിടിക്കുന്ന സമയത്തിന് ഞാൻ വെള്ളം എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വെള്ളവുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയാണ് നന്ദിനി. ശ്രീജയത്തിനെ പറ്റിയിട്ട് എന്താ അമ്മയുടെ പുകഴത്തില് നന്നായിട്ട് പണിയെടുക്കും, ഒരു സ്വാർത്ഥതയും ഇല്ല, അങ്ങനെയൊക്കെയാണ് അവർ ശ്രീജയത്തിയെ പറ്റിയിട്ട് പറയുന്നത് എന്ന് പറയുന്ന സമയത്തിന് വിനായകൻ പറഞ്ഞിട്ട്, അല്ലെങ്കിലും അത് ശരിയാണല്ലോ എന്ന് പറയും. അപ്പോഴേക്കും നന്ദിനി ചോദിക്കുന്നുണ്ട്, അത് ശരിയാണെന്നോ, അപ്പൊ പിന്നെ എനിക്ക് സ്വാർത്ഥത ഉണ്ടെന്നാണ് നിങ്ങളും പറഞ്ഞു വരുന്നത്. അന്നേരം വിനായകൻ പറഞ്ഞിട്ട്, നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ തന്നെ നീ അതങ്ങ് തിരുത്തിയാ പോരെ, നിനക്ക് സ്വാർത്ഥതയുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നാളെ മുതൽ പണിയെടുക്കാൻ തുടങ്ങിയാ പോരെ എന്ന് ചോദിക്കും. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞിട്ട്, അതൊന്നും വേണ്ട, അങ്ങനെയൊക്കെ ഇപ്പൊ തൽക്കാലം ആരും എന്നെ എങ്ങനെ പുകഴ്ത്തൊന്നും വേണ്ട എന്ന് പറയാണ് നന്ദിനി. വിനായകൻ ചോദിക്കുന്നതിന്, എങ്കിൽ പിന്നെ നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനി ഇങ്ങനെ കുശുമ്പോട് പറയുന്നുണ്ട്, എന്നാലും വിഷുട്ടും ജോലിക്ക് പോയപ്പോഴേക്കും കണ്ടില്ലേ, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കുന്നു, അതിനുശേഷം ബദാം മിൽക്ക്, അങ്ങനെ എന്തൊക്കെ സുഖ സൗകര്യങ്ങളാണ് എന്നൊക്കെ പറയട്ടെ നന്ദിനി. അല്ലെങ്കിലും നിങ്ങളുടെ അമ്മക്ക് കുറച്ച് തരംതിരിവുണ്ട്, ഇളയ മോനോട് മൂത്ത മോനോട് കുറച്ച് സ്നേഹം കൂടുതലുണ്ട് എന്നിങ്ങനെ പറയുന്ന സമയത്തിന് വിനായകൻ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറയും. ഇതൊക്കെ നിന്റെ തോന്നൽ മാത്രമാണ്, അമ്മക്കൊരിക്കലും അങ്ങനെ വേർതിരിവൊന്നുമില്ല എന്നിങ്ങനെ വിനായകൻ പറയുന്ന സമയത്ത് നന്ദിനി പറയുന്നുണ്ട്, എന്നാലും വിശ്വേട്ടന് അങ്ങനെ നല്ലൊരു ജോലിയൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ടായിരുന്നു, എന്നാലും വേദയെ വിക്രമിനെ ഒന്ന് പിരിക്കാൻ വേണ്ടിയിട്ട് വിശ്വേട്ടന് ഇത്ര നല്ലൊരു ജോലി തന്നെ കിട്ടിയല്ലോ, എത്രയും പെട്ടെന്ന് ദൈവമേ അത് ഇല്ലാതാക്കണേ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നടക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് നന്ദിനി. പിന്നീട് അങ്ങനെ വർക്ക്ഷോപ്പിൽ ഇരുന്ന് കൊടുത്തിട്ട് വിക്രം ഇങ്ങനെ പറഞ്ഞിട്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി കണ്ടുപിടിക്കണം അനിയൻ കൂട്ടാന്ന് പറയുന്ന സമയത്തിന്, നീ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയെന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, വേദ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു, വേദ പറഞ്ഞപ്പോഴേക്കും ആ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നി, എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു ജോലിക്ക് കയറണമെന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന്, എങ്കിൽ പിന്നെ നീ ഒരു PSC എഴുതരാന്ന് പറയാണ് വിക്രമിനോട്. അപ്പോൾ അതൊന്നും എനിക്ക് നടക്കുന്ന കാര്യമില്ല, ഇനി പഠിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി കണ്ടെത്തണം ഉടനെ തന്നെ എന്ന് പറയുന്ന സമയത്തിന്, അപ്പൊ പിന്നെ ചാക്ക് ചുമക്കാൻ പോകുന്ന ജോലിയൊന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് തൽക്കാലം പോയിരുന്ന ജോലിയല്ലേ എന്ന് പറയുന്ന സമയത്തിന് സജീവൻ ചോദിക്കുന്നതിന്, ചാപ്പക്ക് ചുമക്കാനൊക്കെ പോയിരുന്നോ എന്ന് ചോദിക്കും. ഇതേ സമയത്തിന് ജോസഫ് ആ വണ്ടി എത്ര നന്നാക്കാൻ നോക്കിയിട്ടും അത് ശരിയാവുന്നില്ല, എത്ര തവണയും നോക്കുന്നു ഇത് ശരിയാവുന്നില്ല എന്നിങ്ങനെ ജോസഫ് വന്ന് പറയുന്ന സമയത്തിന് വിക്രം അത് നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് ശരിയാക്കും. അന്നേരം നിനക്കപ്പോ ഈ വക കാര്യങ്ങളൊക്കെ അറിയാലേ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കണം അനിയൻകുട്ടൻ. അന്നേരം ഞാനതൊന്ന് ശ്രമിച്ചു നോക്കിയതാണെന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് ജോസഫ് പറയുന്നത്, ഞാൻ എത്ര നേരമായെന്ന് അറിയോ ഇതൊന്നും നന്നാക്കാൻ ശ്രമിക്കുന്നു,
ഞാൻ എത്ര നോക്കിയിട്ടും ഇതൊന്നും ശരിയായില്ല എന്നിങ്ങനെ ജോസഫ് പറയുന്ന സമയത്തിന് സജീവൻ വന്നിട്ട് പറയുന്നുണ്ട്. അതെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ ലോഹരിദാസ് ജയറാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ചോക്കുമലയിൽ ഇരുന്നിട്ട് ചെറിയൊരു ചോക്ക് അന്വേഷിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ് നിന്റേത്. നീ ഒരു കാര്യം ചെയ്യ് വിക്രം, ഈ വർക്ക്ഷോപ്പിൽ തന്നെ നീ ജോലിക്ക് നിന്നോ എന്ന് പറയാണ് വിക്രമിനോട്. അപ്പോ എന്ത്, ഈ വർക്ക്ഷോപ്പിലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് സജീവൻ പറഞ്ഞിട്ട് അതെ, നീ ഈ വർക്ക്ഷോപ്പിൽ തന്നെ ജോലിക്ക് നിന്നോ. അപ്പോ അങ്ങനെ ചെയ്യാല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതേന്ന് പറയാണ്. ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്തിന് കമലമ്മ വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടതിനെ പറയുന്നുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വായോ, വേദ വീട്ടിൽ ഒറ്റക്കാണ്, ഞങ്ങൾ എല്ലാവരും എവിടെ നിന്ന് പോവാൻ നോക്കുകയാണെന്ന് പറയുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നതിന് അവള് വീട്ടിൽ ഒറ്റക്കാണെങ്കിൽ ഇപ്പൊ എനിക്ക് എന്താന്ന് ചോദിക്കും. അപ്പോൾ നീ ഞാൻ പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതി, നിന്നെ കണ്ടിട്ട് വേണം എനിക്ക് പോവാനായിട്ട്, എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്ക് വരണമെന്നിങ്ങനെ കമലമ്മ നിർബന്ധിച്ചു പറയാണ്. അങ്ങനെ കമലമ്മ തന്നെ പെട്ടെന്ന് വിളിച്ചത് കൊണ്ടതിന് വിക്രം ഏതായാലും ഫോൺ അവിടെ മറന്നു വെക്കാണ്. ഫോൺ എടുത്ത് പോക്കറ്റിൽ വെക്കുന്നില്ല. വിക്രം ഇങ്ങനെ ഷർട്ട് ഇടുന്ന സമയത്തിന് ഫോൺ അവിടെ വെക്കുന്നുണ്ട്. ഫോൺ എടുക്കാൻ മറക്കാണ്, ഫോണൊന്നും എടുക്കുന്നില്ല. ആ സമയത്തിന് നീ എങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് എനിക്ക് അർജന്റായിട്ടൊന്ന് വീട്ടിലേക്ക് പോകണമായിരുന്നു, എനിക്ക് വണ്ടി ഒന്ന് വേണമായിരുന്നു എന്ന് പറയുന്ന സമയത്തിന് നീ എന്നെ അവിടെ കൊണ്ടാക്കിയതിനു ശേഷം വണ്ടി എടുത്തോ എന്ന് പറയും. അപ്പോൾ ഇതിൽ 2 കീ ഉണ്ടല്ലോ എന്ന് ജോസഫ് പറയുന്ന സമയത്തിന് അതിൽ 2 കീ, ഒന്ന് വണ്ടിയുടേതും ഒന്ന് വീടിന്റേതുമാണ്. അമ്മ ഒരു സ്പെയർ കീ എന്റെ കയ്യിൽ തന്നതാണ് എന്നൊക്കെ പറയും. അങ്ങനെ അവരവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് അനിയൻകുട്ടൻ പറഞ്ഞിട്ട് ഇവൻ എന്തായാലും ആ വേദ നന്നാക്കിയെടുക്കുന്ന എനിക്ക് തോന്നുന്നത് എന്ന് പറയും. പിന്നീട് അങ്ങനെ വീട്ടിലെല്ലാവരും ശ്രീജയും നന്ദിനിയും വിനായകനും അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ പോവാൻ റെഡി ആയിട്ടിരിക്കുന്ന സമയത്തിന് ശ്രീജ പറയുന്നുണ്ട്, വിശ്വട്ടിന് 2 ദിവസത്തേക്ക് ഓഫീസിൽ നിന്ന് ലീവ് കൊടുത്തു എന്ന് പറയും. ആ സമയത്തിന് അങ്ങനെ ലീവ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അന്നേരം ഇല്ലമ്മേ, എന്നോട് ലീവ് എടുത്തോളാൻ പറഞ്ഞു എന്ന് പറയാണ് വിശ്വൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ പോയിക്കോ, അച്ഛൻ ബ്ലോക്ക് ഓഫീസിലേക്ക് പോയിരിക്കാണ്, അച്ഛൻ വന്നതിന് ശേഷം ഞാനും അങ്ങോട്ടേക്ക് വന്നോളാമെന്ന് പറയാണ് കമലമ്മ. അങ്ങനെ വിശ്വനും വിനായകനും നന്ദിനി ശ്രീജിയും അവരെല്ലാവരും അവിടെ നിന്നങ്ങ് പോവാണ്. അവരവിടെ നിന്നങ്ങ് പോയതിനു ശേഷം കമലമ്മ ഇങ്ങനെ വേദിയോട് പറഞ്ഞിട്ട് കണ്ടില്ലേ, സുധാകര മാഷിന്റെ 2 മക്കളും ഭാര്യയോടൊപ്പം എത്ര സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. അവർ പോകുന്നത് കാണാൻ തന്നെ ഒരു സന്തോഷമുണ്ട്. ഇതുപോലെ തന്നെ വേദിയുടെ കൂടെ വിക്രം പോകണം. എന്നിട്ട് നിങ്ങൾ 2 പേരും ഒത്തൊരുമിച്ച് പോകുന്നത് കണ്ടിട്ട് എല്ലാവരും നാട്ടുകാരെല്ലാവരും നോക്കി നിൽക്കും. അതിന് നന്ദിനിയെടുത്ത് സമ്മതിക്കോ ഇങ്ങനെയൊക്കെ പോവാൻ എന്നിങ്ങനെ വേദ ചോദിക്കുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല, അവളൊക്കെ സമ്മതിക്കുമെന്ന് പറയാണ്. വൈകാതെ തന്നെ ആ ഒരു സമയം ഉടനെ തന്നെ വരുമെന്നൊക്കെ പറയാട്ടോ. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസൻ സാറിന്റെ വീട്ടിലേക്ക് പുളിക്കൻ ഏതായാലും കുറച്ച് പണമൊക്കെ പിരിച്ചിട്ട് ഇങ്ങനെ രാധയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കാണ്. എന്നിട്ട് ശ്രീനിവാസൻ സാർ എവിടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് കുളിക്കാണെന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നതിന് എന്താ എന്റെ കയ്യിൽ ഈ പണം തരാൻ എന്തെങ്കിലും മടിയുണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അങ്ങനെയൊന്നുമില്ല, ഇതിന് മുഴുവനുണ്ടോ അതോ ആൾക്കാർ എന്തെങ്കിലും തരാൻ മടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുധ. അപ്പൊ പുളിക്കാൻ പറയുന്നുണ്ട്, സത്യം പറയല്ലോ മാഡം, ഇതിന് മുഴുവനൊന്നുമില്ല, ആൾക്കാരൊക്കെ പണം തരാൻ മടിക്കുന്നുണ്ട്. ഇന്ന് ഏതായാലും പണം പിരിച്ചത് വിക്രമാണ്, വിക്രമിന് ആൾക്കാർക്കൊക്കെ നല്ല പേടിയുണ്ട്, അതുകൊണ്ട് തന്നെ പണം കറക്റ്റ് ആയിട്ട് കിട്ടിയെന്നൊക്കെ പറയും. യൂത്ത് സെക്രട്ടറി ആയിട്ട് വിക്രമിനെ തെരഞ്ഞെടുക്കുന്നതോടുകൂടി തന്നെ ശ്രീനിവാസൻ സാർക്ക് ഏതായാലും വിക്രമിനെ നീറ്റായിട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. സാർ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. വേദ വിക്രമിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് കുറെ അധികം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സാർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് സാറിനോട് ഈ കാര്യത്തെ പറ്റിയിട്ട് മേഡം ഒന്ന് പറയണം. അപ്പോഴേക്കും ശരി, ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് സുധ. ഇതേ സമയത്തിന് കമലം അങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, മോളെ ഞാൻ പോവാണെന്ന് പറയുന്ന സമയത്തിന് വേദക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരിക്കട്ടോ, മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകണം, ഉമാ മഹേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്ന സമയത്തിന് വിക്രത്തിന് കൂട്ടി പോകാൻ പറയുന്നുണ്ട് കമലമ്മ. ഇതേ സമയത്തായിരിക്കട്ടോ വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ വിക്രം വന്ന ഉടനെ തന്നെ ജോസഫ് വണ്ടിയുമായിട്ട് അങ്ങോട്ടേക്ക് പോകും. ആ സമയത്തിന് വേദ പറയുന്നുണ്ട്, അമ്മേ വിക്രമിന്റെ വണ്ടി വരുന്നതിന്റെ സൗണ്ട് കേട്ടില്ല, പക്ഷെ പോകുന്നതും കേട്ടു എന്ന് പറയും. ആ സമയത്തിന് കമലമ്മ ചോദിക്കുന്നുണ്ട്, ആണോ? വിക്രം അകത്തേക്ക് കയറി വരുന്ന സമയത്തിന് കമലമ്മ ചോദിക്കുന്നുണ്ട്, എടോ നിന്നോട് എത്ര തവണയാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നു? അന്നേരം അമ്മേ എനിക്കൊരാളെ കാണാനുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്തിന് കമലമ്മ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യേ, വേദമോളെ കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയിട്ട് വായോ, ഓൾക്ക് മുത്തശ്ശീനെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നുണ്ട്, അതിനെന്താ അവൾക്ക് തന്നെ തനങ്ങ് പോയിട്ട് വന്നൂടെ എന്ന് ചോദിക്കും. അപ്പോൾ കമലമ്മ പറഞ്ഞിട്ട്, എടാ നീ ഞാൻ പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതി, ഇപ്പോൾ ഇവള് തനിയെ ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചു പോവണ്ടേ, ഏതായാലും അച്ഛൻ കവലയിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നോട് കവലയിലേക്ക് ചെല്ലാൻ പറഞ്ഞു, മോൾ ഇവിടെ ഒറ്റക്കാത് കൊണ്ട് മോൾക്ക് എപ്പോഴും കൂടായിട്ട് നീ മോളുടെ കൂടെ തന്നെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കമലമ്മ. അന്നേരം വിക്രം പറഞ്ഞിട്ട്, അമ്മേ എന്റെ കയ്യിൽ വണ്ടിയില്ല, വണ്ടി ജോസഫ് കൊണ്ടുപോയേക്കാണെന്ന് പറയുന്ന സമയത്തിന് കമലമ്മ ചോദിക്കുന്നുണ്ട്, ജോസഫിനെ എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 പേരും ഏതായാലും ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് കമലമ്മ അവരോട് യാത്ര പറഞ്ഞതിന് ശേഷം കവലയിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. കമലമ്മ പോകുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് ബാക്കിൽ നിന്ന് വേദ വിളിക്കണം, ഹലോ വെട്ടുപോത്തി എന്ന് വിളിക്കുന്ന സമയത്തിന് വിക്രത്തിന് ദേഷ്യം വന്നിങ്ങനെ തിരിഞ്ഞു നോക്കും. എന്നിട്ട് പറഞ്ഞിട്ട്, അതെ ഞാൻ ഏതായാലും മുത്തശ്ശിയൊന്ന് വിളിക്കാൻ പോവാണ്, ഞാൻ ഏതായാലും മുത്തശ്ശിക്കൊന്ന് വിളിച്ചു നോക്കട്ടെ മുത്തശ്ശി അമ്പലത്തിലുണ്ടോന്ന്. അങ്ങനെ വേദ ഏതായാലും വിക്രത്തിന്റെ മുറിയിലേക്ക് ചെന്നിട്ട് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ നോക്കുന്ന സമയത്തിന് ഫോണൊന്നും അവിടെ കാണുന്നില്ല. വിക്രം മുറിയിലേക്ക് വന്നിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ടെങ്കിൽ പോലും വേദനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നാൽ വേദയാണെങ്കിൽ അവിടെയൊക്കെ ഫോൺ അന്വേഷിക്കുന്ന സമയത്തിന് ഫോൺ അവിടെയൊന്നും കാണാത്തത് കൊണ്ട് തന്നെ വിക്രമിനെ ഇങ്ങനെ വിളിക്കാണ്ട് വിക്രമാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ അങ്ങനെ തല താഴ്ത്തിയിരിക്കായിരിക്കും. ഹലോ വിക്രു, അതെ വിക്രു എന്നിങ്ങനെ വിളിക്കുന്ന സമയത്തിന് വിക്രമിന് അങ്ങ് ദേഷ്യം വരാണെന്ന് മാത്രമല്ല വേദയോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. അതെ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ആ ഒരു പേര് വിളിക്കരുതെന്ന്.
അതെ എൻ്റെ ഫോണ് കാണുന്നില്ല എന്നിങ്ങനെ പറയുന്ന സമയത്തിന് ഓ എനിക്ക് നിന്റെ ഫോൺ നോക്കലല്ലേ പണി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിന് വിക്രം അങ്ങ് ദേഷ്യപ്പെടാട്ടോ വേദയോട്. അന്നേരം വേദ ചോദിക്കുന്നതിന് എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും എൻ്റെ ഫോണിലേക്കൊന്ന് റിങ്ങി എന്ന് പറയുന്ന സമയത്തിന് അതെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയായിരിക്കും. ആ സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോൺ താഴെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയും. ശരി ഞാൻ ഏതായാലും ഫോൺ തരാം നീ തന്നെ വിളിച്ചു നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വിക്രം ഇങ്ങനെ പോക്കറ്റിൽ കൈയിട്ട് നോക്കുന്ന സമയത്തിന് പോക്കറ്റിലൊന്നും ഫോൺ കാണില്ല. അപ്പോഴായിരിക്കട്ടെ വിക്രമിന് ഓർമ്മ വരുന്നത് താൻ ഫോൺ വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നു എന്ന കാര്യം. എന്നിട്ട് വേദയോട് ഇങ്ങനെ പറയുന്നുണ്ട് അതെ ഞാൻ എൻ്റെ ഫോൺ വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നു എന്നിങ്ങനെ വിക്രം പറയുന്നത് കേൾക്കുന്ന സമയത്തിന് വേദയ്ക്ക് അങ്ങ് ചിരി വന്നിട്ട് വിക്രമത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വേദ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.